ഇത്രയും സാധനങ്ങളും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ജീവിക്കുന്നത് ട്രിവാൻഡ്രം സിറ്റിയുടെ ഒത്ത നടുഭാഗത്ത്. പക്ഷേ നമ്മുടെ സാധനങ്ങളും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെ. ഈ ക്രിസ്മസും ഓണവും ഒക്കെ വരുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു ചടങ്ങുണ്ട്. അതായത് എല്ലാ കട്ടനും എടുത്ത് കഴുകും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. സോ അടുത്ത ഈ സെക്ഷൻ ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഈ കൊച്ചു ലാഡർ ഇല്ലെങ്കിൽ ഈ ഒരു കാര്യവും നടക്കില്ല. ഇതുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസിയാണ് കാര്യങ്ങൾ ചെയ്യാൻ. ഇങ്ങനെ അങ്ങ് വെതറുവാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ സോപ്പ് പൊടിയാണ്. ഈ ടൈല് ക്ലീൻ ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ സോപ്പ് പൊടിയിട്ട് ഇതെല്ലാം അങ്ങ് കുതിർത്ത് വെക്കും. എന്നിട്ടാണ് നമ്മുടെ ആയുധം കയ്യിലെടുക്കുക. ഇപ്പോൾ ഈ ഔട്ട്ഡോർ ടൈല് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഹൈ പ്രഷർ പമ്പില്ലാതെ ഒരു രക്ഷയില്ല. പൊടി ഇട്ടു. അടുത്തത് ഇതേ നമ്മുടെ വെള്ളം. ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് അങ്ങ് ഒഴിച്ചിടും. അങ്ങനെ ആകുമ്പോൾ ഇത് സോപ്പ് പൊടിയുടെ കൂടെ കുതിർന്ന് കിടന്നോളും. ഇങ്ങനെ വെള്ളം ഒഴിച്ചങ്ങ് കുതിർത്തിടും. ഇതിപ്പോൾ ജസ്റ്റ് കുതിരാനുള്ള വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പോൾ സോപ്പിനകത്ത് കുതിർന്ന് നമ്മുടെ ചെളിയൊക്കെ അങ്ങ് ഈസിയായിട്ട് ഇളക്കാൻ ഈസിയായിട്ട് കിടക്കും. നമ്മുടെ ഈ സൈഡിലുള്ള ടൈലും എല്ലാം ഒന്ന് കുതിർത്തിട്ടേക്കാം. ഇതാണ് എൻ്റെ ആയുധം. ഏത് അഴുക്കിനെയും ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഹൈ പ്രഷർ പമ്പ്. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഈ ടൈലെല്ലാം ക്ലീൻ ചെയ്യുന്നത്. ഒന്ന് കണക്ട് ചെയ്യാം. ഇതാണ് വെള്ളം വരുന്ന ഇൻപുട്ട്. കറക്റ്റ് ഇതിലേക്കിടുക. ഇത് വെച്ച് നമ്മൾ ടൈറ്റൻ ചെയ്യാം. സോ വെള്ളത്തിൻ്റെ കാര്യം കഴിഞ്ഞു. ഈ വയറെടുത്ത് ഞാനിവിടെ ഒരു എക്സ്റ്റൻഷൻ വയർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കണക്ട് ചെയ്തു. നമ്മുടെ കാർഷീറ്റിൽ ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. വണ്ടി ക്ലീൻ ചെയ്യണം, വണ്ടി വാക്യൂം ചെയ്യണം, എന്തിനും ഇവിടെ പ്ലഗ് പോയിൻ്റ് ഉണ്ട്, സകല സാധനമുണ്ട്. എൻ്റെ കൂട്ടുകാരൻ ഇതാണ്ട് അവിടെ പോയിരിക്കുകയാണ്. കാരണം പുള്ളിക്ക് വെള്ളം അലർജിയാണ്. വാ, കയറി വാ, കൊഞ്ചു വാ. സോ ഇനി നമ്മുടെ ആയുധം കയ്യിലെടുക്കുന്നു, സംഭവം ഓണാക്കുന്നു. യെസ്, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ തോക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചീറ്റി ചീറ്റി വരും. ഏത് പറ്റിപ്പിടിച്ച അഴുക്കിനെയും പെട്ടെന്ന് കളയാൻ പറ്റുന്ന സൂപ്പർ സാധനമാണ് ഇവൻ കേട്ടോ. ടൈലുള്ളവരെ ഇങ്ങനൊരു സാധനം വാങ്ങിച്ചാൽ ഭയങ്കര ഈസി ആയിരിക്കും. ഇതാണ് സൺബാത്തിൻ്റെ വേറൊരു രൂപാന്തരം. എൻ്റെ പൊന്നുണ്ണി ഇതാണ്ടേ സൺബാത്തിന് വേണ്ടി കിടക്കുകയാണ്. സായിപ്പിൻ്റെ മോനല്ലേ. വെള്ളം പേടിച്ചേ ഒരാൾ പോയി കിടക്കുന്ന കണ്ട ഇങ്ങോട്ട് വന്നാൽ അവൻ്റെ ദേഹത്ത് വെള്ളം വീഴും. അവന് വെള്ളം അലർജിയാണ്, കുളി അലർജിയാണ്. അവൻ്റെ കൺവറ്റത്ത് ഞാനുണ്ടാകണം, എന്നാൽ ദേഹത്ത് വെള്ളവും പാടില്ല. അതിനുവേണ്ടി മാറിപ്പോയി കിടക്കുകയാണ്. അപ്പോൾ ഇനി സമയം കളയാതെ നമ്മുടെ ജോലിയിലേക്ക് കിടക്കാം, വേഗം വേഗം തീർക്കാം.
ഇലക്ഷൻകാരെ കണ്ട ഒരിക്കലും സാധ്യമാകില്ലെന്ന് കരുതിയ വികസന പദ്ധതികൾ പോലും യാഥാർത്ഥ്യമാക്കി നാടിന് സമ്മാനിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാത വികസനം, കൊച്ചി ഇടമൺ പവർ ഹൈവേ, ജലമെട്രോ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, വയനാട് തുരങ്കപാത, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, K4 തുടങ്ങി എണ്ണമറ്റ വികസന പദ്ധതികൾ നാടിന്റെ തിലകക്കുറിയായി മാറുമ്പോൾ വിവാദങ്ങളുണ്ടാക്കി അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസിനും BJPക്കും അങ്ങനെ കൂട്ടുകാർ ആ വഴി പോയി. അപ്പം നമുക്ക് നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് അങ്ങ് ചെയ്തേക്കാം. സോ ഇന്നത്തേക്ക് ആവശ്യമുള്ള ചീര കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് സെക്ഷനിൽ തോരനുള്ളതുമായി. ചീര എടുക്കുമ്പോൾ അറിയാലോ, തീരെ താഴെ വെച്ച് കട്ട് ചെയ്യരുത്, കുറച്ച് മോൾ പോർഷന് വെച്ച് വേണം കട്ട് ചെയ്യാൻ. അപ്പം നമ്മൾ ഇത്രയും ചീര കൂടി എടുത്തു. ഇനി കുറച്ച് കാന്താരി കൂടി എടുത്താൽ ഇതിനരയ്ക്കാനുള്ള മുളകുമായി. കാന്താരിയെ നിറച്ച് നിപ്പുണ്ട്, നല്ലപോലെ മൂത്തതാണ്. അപ്പോൾ ഇന്ന് തോരന് വേണ്ടിയിട്ട് കുറച്ചങ്ങ് പറിച്ചേക്കാം. ഈ കാന്താരി വെച്ചിട്ടേ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യണം. പുരട്ടി കാന്താരി മസാല എല്ലാം കൂടെ അരച്ച് തേച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണം. സൂപ്പർ സംഭവം കേട്ടോ. അതുപോലെ ചമ്മന്തി അരയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. നമ്മുടെ വാങ്ങുന്ന പച്ചമുളകിനേക്കാളും കാന്താരി വെച്ച് ചമ്മന്തി അരച്ചാൽ ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഇനി ലാസ്റ്റ്, പക്ഷേ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഒരു നല്ല പച്ച തേങ്ങ കൂടെ പൊതിച്ചെടുത്താൽ ഇന്നത്തെ തോരനുള്ള എല്ലാം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ തേങ്ങ പൊതിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഒന്നുകൂടെ കുത്തുക. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുന്ന് തന്നെ ഇട്ട തേങ്ങകളാണ്. പച്ച തേങ്ങയാകുമ്പോൾ നല്ല എളുപ്പമാണ് പൊടിക്കാൻ. സോ അങ്ങനെ നമ്മുടെ തേങ്ങ പൊതിക്കലും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ തോരനുള്ള എല്ലാ സാധനങ്ങളും റെഡി. ഇന്നത്തെ തോരനുള്ള ചീര, കാന്താരി, തേങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ തോരനുള്ള എല്ലാ സാധനങ്ങളും റെഡി. ചീര ഇപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് പറിച്ചത്, കാന്താരി ഇപ്പം നമ്മളെടുത്തത്, തേങ്ങ നമ്മുടെ സ്വന്തം തെങ്ങിൽ നിന്ന് നമ്മളെടുത്തത്. നമ്മുടെ വീടേ ട്രിവാൻഡ്രം സിറ്റിയുടെ ഒത്ത നടുക്ക് തന്നെയാണ്. പക്ഷെ ഉള്ള സ്ഥലത്ത് എന്നെക്കൊണ്ടാവുന്ന പോലെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഞാൻ നോക്കാറുണ്ട്. തെങ്ങ് പിന്നെ പഴയ തെങ്ങാണ് കേട്ടോ, അത് വർഷങ്ങളായ തെങ്ങാണ്.